ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് എംബ്രോയിഡറി ഹൂപ്സിൽ അടിപൊളിയായിട്ട് പോർട്രേറ്റ്സ് വരയ്ക്കുന്നതെന്നാണ് കാണിക്കുന്നത്. സോ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, കാരണം നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത കുറച്ച് ടിപ്സും ട്രിക്സും എല്ലാം കവർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ വീഡിയോ സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം. നമ്മൾ ഏറ്റവും ആദ്യം ഹൂപ്പ് ചെയ്യുമ്പം ഏറ്റവും ആദ്യം ഫേസ് ആണ് ചെയ്യേണ്ടത്. കാരണം എപ്പോഴും കറക്റ്റായിട്ട് ഫേസ് വരണമെന്നില്ല. അപ്പോൾ നമ്മൾ ബാക്കിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഫേസ് ചെയ്തിട്ട് കുളവായാൽ അത്രയും ചെയ്യുന്ന എഫേർട്ട് വെറുതെ ആവും. അതുകൊണ്ട് ഏറ്റവും ആദ്യം നമുക്ക് ഫേസ് ചെയ്യാം. അപ്പോൾ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ്, ക്രീം, ബ്രൗൺ, ബ്ലാക്ക്, ഈ ഇത്രയും കളറാണ് യൂസ് ചെയ്യുന്നത്. സോ ഏറ്റവും ആദ്യം നമ്മൾ ഫേസ് ആണ് ചെയ്യുന്നത്. ഫേസ് ചെയ്യാൻ നമ്മൾ ക്രീം കളർ ആദ്യം ഒന്ന് കംപ്ലീറ്റ് ബേസ് കോട്ട് അടിച്ചു കൊടുക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പോയിന്റഡ് ബ്രഷ് ആണ് എടുത്തേക്കുന്നത്. അതിന്റെ സൈസ് 00 ആണ്. അപ്പോൾ നല്ല ടൈം എടുത്ത് നമ്മൾ നീറ്റായിട്ട് കംപ്ലീറ്റ് അതൊന്ന് ബേസ് കോട്ട് കവർ ചെയ്തെടുക്കാം. അപ്പൊ ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു എങ്ങനെയാണ് നമുക്ക് പോർട്രേറ്റ്സ് കറക്റ്റ് അതേ രീതിയിൽ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന്. ഒരു ട്രേസിങ് പേപ്പറോ അല്ലെങ്കിൽ ഒരു കാർബൺ പേപ്പറോ ഒന്നും ഇല്ലാതെ എങ്ങനെ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാമെന്ന് ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അത് കണ്ടു നോക്കിയിട്ട് ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബേസ് കോട്ട് കംപ്ലീറ്റ് ഡ്രൈ ആയിട്ട് വേണം ഇനി അടുത്ത ലെയർ നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു കോട്ട് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ നമ്മൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കളർ മിക്സ് ചെയ്തേക്കുന്നത് നമ്മുടെ ക്രീം കളറും ബ്രൗണും അതുപോലെ തന്നെ റെഡും വൈറ്റും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഈ ഒരു ഷെയ്ഡാണ് ആക്കിയെടുത്തേക്കുന്നത്. ഇതിന് നമുക്ക് ഫേസിലേക്ക് ആക്കിയെടുക്കാം. നമ്മുടെ റെഫറൻസ് ഫോട്ടോ നമ്മൾ റെഫർ ചെയ്യുക. എവിടേക്കാണ് ഷെയ്ഡിങ് വന്നിട്ട് എന്നുള്ളത് നല്ലപോലെ ഒബ്സർവ് ചെയ്തിട്ട് ആ പോർഷൻസിൽ ഷെയ്ഡിങ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ നേരത്തെ കളറുമായിട്ടങ്ങ് ബ്ലെൻഡ് ചെയ്യുക. ഇപ്പൊ ഷെയ്ഡിങ് നമ്മളുടെ നെറ്റിയുടെ ഭാഗത്ത്, കവിളിന്റെ ഭാഗത്ത്, പിന്നെ താടി, പിന്നെ കണ്ണിന്റെ ആ ഒരു ഭാഗത്ത്, മൂക്കിന്റെ ഭാഗത്ത്, ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ആണ് നമുക്ക് കൂടുതലും ഷെയ്ഡിങ്സ് ഒക്കെ വരുന്നത്. അപ്പൊ അത് നമ്മുടെ ആ ഒരു ഫോട്ടോ നല്ലതുപോലെ ഒബ്സർവ് ചെയ്തിട്ട് എവിടെയാണോ ആ ഒരു ലൈറ്റ് വീഴാത്ത സ്ഥലം എവിടെയൊക്കെയാണോ ആ ഭാഗത്തേക്ക് ഈ ഡാർക്കർ ആയിട്ടുള്ള കളർ അടിച്ചു കൊടുക്കാം. നമ്മൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഭയങ്കര പേഷ്യൻസോടെ സ്ലോ ആയിട്ട് ചെയ്യാൻ നോക്കുക. കാരണം നമ്മൾ ഇച്ചിരിയെങ്കിലും ഒന്ന് കയറിയോ ഇറങ്ങിയോ പോവുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തിന്റെ ഷേപ്പ് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. എസ്പെഷ്യലി നമ്മളുടെ ഹെയർ ലൈൻ ഒക്കെ കറക്റ്റ് ആയിട്ട് ആയില്ലെങ്കിൽ ആ മുഖം തന്നെ മാറിപ്പോകും. പിന്നെ ഞാനും ഒരു ബിഗിനർ തന്നെയാണ്. എനിക്കും വലിയ ആധികാരികമായിട്ട് അറിയില്ല. എന്നാൽ കൂടെ ഞാൻ ഇതുവരെ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ടിപ്സ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. സോ ഇതിലേക്ക് കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള നമ്മളുടെ ബ്രൗണും ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് ഇത്. നമുക്ക് ഒന്ന് ഹൈലൈറ്റിംഗ് ആയിട്ട് അതും അടിച്ചു കൊടുക്കാം.
ഇനി നമുക്ക് ഐബ്രോസും അതുപോലെ തന്നെ ഐലാഷസും ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ബ്ലാക്കും ബ്രൗണും ആണ് യൂസ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ബ്ലാക്ക് അല്ല നമ്മൾ ഐബ്രോ ചെയ്യുമ്പോൾ എടുക്കുന്നത്. നമ്മളുടെ ബ്രൗണിൻ്റെ കൂടെ ചെറിയൊരു എമൗണ്ട് ബ്ലാക്ക് എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കംപ്ലീറ്റ് റെഡ് അല്ല എടുക്കുന്നത്. നമ്മുടെ ഫോട്ടോയിൽ എക്സാക്റ്റ് റെഡ് അല്ല, അപ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള ലിപ്പാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ബ്രൗണും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്രീം കളറും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെച്ച് നോക്കാം കറക്റ്റ് ആയിരിക്കുമോ എന്നുള്ളത്. കുറച്ചും കൂടെ ലൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ലിപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് പല്ലാദ്യം ഒന്ന് കളർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളുടെ ലിപ്സ് പെയിൻറ് ചെയ്ത് കൊടുക്കുക. വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക. നമ്മൾ ഇച്ചിരിയെങ്കിലും പുറത്തേക്കോ അകത്തേക്കോ പോയാൽ ലിപ്പിൻ്റെ ഷേപ്പ് തന്നെ മാറും. ചുണ്ട് ഈ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്രീം കളർ ഒന്നും കൂടെ ഒന്ന് ചെയ്യണം, അവിടെ നിന്ന് ലൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ മേളിലും കൂടെ കുറച്ചൊന്ന് ലൈറ്റാക്കി കൊടുക്കുകയാണ്. ഇനി വായിൻ്റെ ഉള്ളിലത്തെ ഭാഗത്ത് ഒന്ന് കളർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി നെക്സ്റ്റ് ഹെയർ ആണ് വരുന്നത്. ഹെയറിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ബ്ലാക്ക് അല്ല, നമ്മൾ വേറെ കളേഴ്സും കൂടെ മിക്സ് ചെയ്താൽ ഹെയർസ് കറക്റ്റ് ആവത്തുള്ളൂ. ആദ്യം നമ്മൾ ബ്ലാക്കാണ് അടിച്ചു കൊടുക്കുന്നത്. കംപ്ലീറ്റ് അടിക്കണ്ട, ജസ്റ്റ് അവിടെ ഇവിടെ ആയിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ഇനി ബ്ലാക്കും പീച്ച് കളറും കൂടെ, നമ്മളുടെ ഈ ഒരു ക്രീം കളറും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു ഗ്രേ കളർ കിട്ടും. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് ഗ്രേ അപ്ലൈ ചെയ്യണമെങ്കിൽ ഗ്രേ അപ്ലൈ ചെയ്യുക. നമ്മൾ ഫോട്ടോയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളുടെ കുറച്ച് ലൈറ്റ് കളറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും ഗ്രേയും കൂടെ ലൈറ്റ് ഗ്രേ ആക്കിയിട്ടാണ്. നമ്മളുടെ ക്രീം കളറും ഇതും കൂടെ ഗ്രേ കളറാക്കിയിട്ട് ആ ഭാഗത്തേക്ക്, അവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത്, ആ ഭാഗത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഇത്രയും പോർഷൻ വളരെ ലൈറ്റായിട്ട്, ഇപ്പം ഞാനൊരു പോയിൻറ്റഡ് ബ്രഷാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഭയങ്കര സ്ലോ ആയിട്ട് ചെയ്യാം.
നമ്മളുടെ ഹെയറിൻ്റെ ഡീറ്റെയിലിംഗ് നമ്മൾ ചെയ്തു. ഇടയ്ക്ക് വൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഹെയർസ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സ് വരയ്ക്കാം. അപ്പം ഡ്രസ്സ് റെഡ് കളറാണ്. അപ്പം ആദ്യമേ റെഡ് അടിക്കാതെ നമ്മൾ റെഡും കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് അടിക്കുക. ഓക്കെ, ഇനി നമുക്കിത് ഇതിലേക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യാം. അപ്പം കുറച്ചും കൂടെ വൈറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊരു ഷെയ്ഡിങ് എഫക്റ്റ് കൊടുക്കാനാണ്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ലൈറ്റ് വരുന്ന രീതിയിലാണ്. ഈ ഭാഗത്തേക്ക് ഇതുപോലെ റെഡിൻ്റെ അകത്ത് കുറച്ച് വൈറ്റും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഫോൾഡ് വരുന്ന ഭാഗത്തും ജസ്റ്റ് ഒരു ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കളേഴ്സ് അവിടെ ഒന്ന് അടിച്ചു കൊടുക്കുക. റെഡിൽ കുറച്ച് ബ്ലാക്ക് കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഷെയ്ഡിങ് വരുന്നിടത്ത് അവിടെ കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഡ്രസ്സ് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഡിസൈൻസ് നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി നെക്സ്റ്റ് തെങ്ങാണ് നമ്മൾ പെയിന്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ബേസ് കോട്ട് ആയിട്ട് ക്രീം കളർ കംപ്ലീറ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. നമ്മുടെ ബേസ് കോട്ട് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് അടുത്ത കളർ അടിച്ചു കൊടുക്കാം. അടുത്ത കളർ നമ്മൾ ബ്രൗണും ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് ആക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്ത് അടിച്ചു കൊടുക്കുന്നത്. ആ ലെയർ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ അടുത്ത കളർ അടിക്കുകയാണ്. അടുത്ത കളർ ബ്രൗൺ ആണ്. അപ്പം ബ്രൗണിന്റെ അകത്ത് വേറെ ഒരു കളറും മിക്സ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ബ്രൗൺ നമ്മളൊന്ന് ജസ്റ്റ് ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ലെയർ നമ്മൾ ബ്രൗണിന്റെ അകത്ത് കുറച്ച് ബ്ലാക്ക് മിക്സ് ചെയ്തിട്ടാണ് ഷെയ്ഡിങ് ചെയ്ത് കൊടുത്തേക്കുന്നത്.
ബാക്ക്ഗ്രൗണ്ട് അടിക്കാൻ വേണ്ടി ലൈറ്റ് ഓറഞ്ചും പിന്നെ പിങ്കും ആണ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. അധികം കളർ യൂസ് ചെയ്യണ്ട, കൂടുതലും വെള്ളം യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അങ്ങ് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇനി നെക്സ്റ്റ് നമുക്ക് തെങ്ങിൻ്റെ ഓലയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ബേസ് കോട്ട് ഞാൻ ലൈറ്റ് കളറ്, അതായത് ഗ്രീനും അതുപോലെ തന്നെ യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ട് ലൈറ്റ് ഷെയ്ഡ് ആക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ അതൊരു ബേസ് കോട്ട് അടിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ അതിൻ്റെ മേളിലേക്ക് അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീന്, അതായത് പ്യുവർ ഗ്രീൻ ആയിട്ടുള്ള കളറ് പിന്നൊന്ന് മേളിൽ കൂടെ അടിച്ചു. അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു ലീഫ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. നമ്മുടെ ആ ഒരു ഫോട്ടോയ്ക്കകത്ത് ചെറിയൊരു പൂവ് ഉണ്ടായിരുന്നു കാതിൻ്റെ മേളിലായിട്ട്. അപ്പോൾ അത് ജസ്റ്റ് പെയിന്റ് വെച്ചങ്ങ് നമ്മൾ ചെയ്യാതെ നമ്മൾ അതിൻ്റെ ആദ്യം പെയിന്റ് അടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ഫ്ലവർ ആക്കി, എന്നിട്ട് ഒരു ബ്രൗൺ ത്രെഡ് വെച്ചിട്ട് ഒരു ഫ്രഞ്ച് നോട്ട് നമ്മൾ സെന്ററിലും കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹൂപ്പിന്റെ കംപ്ലീറ്റ് ഔട്ട്ലുക്ക് വരുന്നത്. നമ്മുടെ കലണ്ടറും അതുപോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിരിക്കുന്നതും ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറൽ ഡിസൈനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയല്ലേ ഇപ്പോൾ കാണാൻ. അപ്പം ഭയങ്കര ഈസി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത്യാവശ്യം ടഫ് തന്നെയാണ്. പക്ഷെ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഗൈഡ് ലൈൻസ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കണ്ട. ഇതുപോലത്തെ പുതിയ വീഡിയോസുമായിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.